ദി പവർ ഓഫ് നൗ. എക്കാർട്ട് ടോളെ എഴുതിയ ദി പവർ ഓഫ് നൗ എന്ന പുസ്തകം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പുസ്തകമാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. ഒരു യാചകൻ 30 വർഷത്തിലേറെയായി വഴിയരികിലിരിക്കുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ അയാളുടെ മുന്നിലൂടെ നടന്നുപോയി. സാധാരണ ചെയ്യുന്നത് പോലെ യാചകൻ യാന്ത്രികമായി തന്റെ പഴയ ബേസ്ബോൾ തൊപ്പി നീട്ടിക്കൊണ്ട് മന്ത്രിച്ചു, ചില്ലറ എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യ. നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, അപരിചിതൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നേക്കാൾ വലിയ യാചകനാണോ? പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. താങ്കൾ എന്തിന്റെ പുറത്താണ് ഇരിക്കുന്നത് എന്നറിയാമോ? അത് വെറുമൊരു പഴയ പെട്ടിയാണ്. എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലമായി ഞാൻ ഇതിനു മുകളിലാണ് ഇരിക്കുന്നത്. താങ്കൾ എപ്പോഴെങ്കിലും പെട്ടിയുടെ അകത്ത് എന്താണുള്ളതെന്ന് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടെന്താ കാര്യം? ഇതൊരു പഴയ പെട്ടി. ഞാൻ വർഷങ്ങളായി ഇരിക്കാൻ ഉപയോഗിക്കുന്നു, അത്രമാത്രം. അതൊന്ന് തുറന്നു നോക്കൂ, അപരിചിതൻ നിർബന്ധിച്ചു. യാചകൻ ആ പെട്ടിയുടെ അടപ്പ് ബലം പ്രയോഗിച്ച് തുറക്കുന്നതിൽ വിജയിച്ചു. അതിശയത്തോടെ, അവിശ്വാസത്തോടെ, ആഹ്ലാദത്തോടെ അയാൾ കണ്ടു ആ പെട്ടിയിൽ സ്വർണം നിറഞ്ഞിരിക്കുന്നത്. എഴുത്തുകാരൻ പറയുന്നു, നിങ്ങൾക്ക് ഒന്നും തരാനില്ലാത്ത, നിങ്ങളോട് ഉള്ളിലേക്ക് നോക്കാൻ പറയുന്ന ആ അപരിചിതനാണ് ഞാൻ. ആ സാരോപദേശ കഥയിലേതുപോലെ ഏതെങ്കിലും പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്കൂ എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളിലേക്ക് നോക്കുക എന്നാണ്. നിങ്ങൾ അന്വേഷിക്കുന്നതെന്തോ അത് കണ്ടെത്തും. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ജീവിത വിജയങ്ങൾക്ക് കാരണമായ രഹസ്യങ്ങളും ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് സ്വന്തം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് എങ്ങനെ കണ്ടെത്താമെന്നാണ് ദ പവർ ഓഫ് നൗ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ്, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. അറിയപ്പെടുന്ന കോർപ്പറേറ്റീവ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമാണ്. ട്രെയിനിംഗ് നടത്താൻ താൽപ്പര്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 7907536093 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം വിജയകരവും സന്തോഷകരവുമായ ജീവിതം നയിക്കുന്നതിന് ഒരു വഴികാട്ടിയാണ്. മോട്ടിവേഷനും ആത്മീയതയും ഇഴചേർന്ന് പോകുന്ന ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. ഈ ശൈലി സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കഴിയുന്നത്ര ലളിതമായി അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. വീഡിയോ ശ്രദ്ധയോടെ കാണുക. ആളുകളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന നിലയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ചോദ്യം: എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള കാരണം എന്താണ്? ഉത്തരം: കാട് കയറുന്ന ചിന്തകളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അടുത്ത ചോദ്യം: ചിന്തകളെ നിയന്ത്രിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. അടുത്ത ചോദ്യം: നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണ്? അതിന്റെ ഉത്തരം: നമ്മുടെ മനസ്സുമായുള്ള താതാത്മ്യ ഭാവം പലർക്കും കൂടുതലാണ്. ഇത് അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആവശ്യമായ ചിന്തകളേത്, അനാവശ്യമേത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത്. ഈ കഴിവില്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. ചോദ്യം: ചിന്തകളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം: നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും സ്വതന്ത്രമാക്കണം. മറുചോദ്യം: അതെങ്ങനെ സാധ്യമാകും? ഉത്തരം: ആരെങ്കിലും ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഞാൻ എൻ്റെ തലയ്ക്കകത്ത് ഒരു ശബ്ദം കേൾക്കുന്നുവെന്ന് പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ഒരു മനോരോഗ ചികിത്സകന്റെ അടുത്തേക്ക് അയക്കാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ എല്ലാവരും സദാസമയവും തങ്ങളുടെ ചിന്തകളാകുന്ന ശബ്ദങ്ങൾ തലയ്ക്കകത്ത് സദാ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. നിങ്ങൾക്ക് തടയാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാത്ത ചിന്താ പ്രക്രിയകളാണ് അവ. നിരന്തരമായ ആത്മഗതങ്ങളോ അല്ലെങ്കിൽ സംഭാഷണങ്ങളോ നിറഞ്ഞതായിരിക്കും ഈ ചിന്താ പ്രക്രിയകൾ. തങ്ങളോട് തന്നെ നിർത്താതെ സംസാരിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യുന്ന ഭ്രാന്തന്മാരെ നിങ്ങൾ തെരുവിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. സാധാരണ സ്വഭാവമുള്ള എല്ലാ ആളുകളും ചെയ്യുന്നതും ഭ്രാന്തന്മാർ ചെയ്യുന്നതും തമ്മിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഭ്രാന്തന്മാർ ഉറക്കെ വിളിച്ചു പറയുന്നു, നിങ്ങളത് പതുക്കെ പറയുകയോ ആത്മഗതം നടത്തുകയോ ചെയ്യുന്നു. ഇങ്ങനെ തലയ്ക്കകത്തിരുന്ന് നമ്മളെ ശല്യം ചെയ്യുന്ന അനാവശ്യ ചിന്തകൾ നിയന്ത്രിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ പരാജയങ്ങൾക്ക് പ്രധാന കാരണം. പലരും ഇത് തിരിച്ചറിയുന്നത് പോലുമില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ചോദ്യം: ഇത്തരം കാട് കയറുന്ന അനാവശ്യ ചിന്തകളിൽ നിന്നും എങ്ങനെയാണ് മുക്തി നേടുക? ഉത്തരം: ബോധപൂർവമല്ലാതെ നടക്കുന്ന ഇത്തരം ചിന്തകളെ ബോധപൂർവം നിരീക്ഷിക്കുക എന്നതാണ് ഏറ്റവും ശരിയായ പരിഹാരമാർഗം. ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു ചിന്തയെ ശ്രദ്ധിക്കുമ്പോൾ
ആ ചിന്തയെക്കുറിച്ച് മാത്രമല്ല, അതിന് സാക്ഷിയായിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്നു. ബോധത്തിന് ഒരു പുതിയ മാനം കൈവരുന്നു. നിങ്ങളൊരു ചിന്തയെ ശ്രദ്ധിക്കുമ്പോൾ അതിന് പിന്നിലോ താഴെയോ ഒരു സാന്നിധ്യത്തെ, അതായത് നിങ്ങളുടെ തന്നെ അന്തരാത്മാവിനെ നിങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ആ ചിന്തയ്ക്ക് നിങ്ങളുടെ മേലുള്ള അതീശത്വം നഷ്ടപ്പെട്ട് അത് പെട്ടെന്ന് തന്നെ അടങ്ങുന്നു. ഒരു ചിന്ത ഒടുങ്ങുമ്പോൾ നിരന്തരമായ മാനസിക പ്രവാഹത്തിന് ഒരു തടസ്സം അനുഭവവേദ്യമാകുന്നു. മനസ്സില്ലായ്മയുടെ ഒരു ചെറിയ ഇടവേള. ആദ്യം ഈ ഇടവേള ചെറുതായിരിക്കും, ഒരുപക്ഷെ ഏതാനും നിമിഷങ്ങൾ മാത്രമായിരിക്കും നീണ്ടു നിൽക്കുക. പക്ഷേ സാവധാനത്തിൽ ഈ ഇടവേളകൾ ദൈർഘ്യമുള്ളതായി മാറും. മനസ്സ് നിലയ്ക്കുന്ന ഈ ഇടവേളകൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേകതരം നിശ്ചലതയും ശാന്തിയും അനുഭവിക്കും. ഉണ്മയുമായി ഒന്നാകുന്ന അനുഭവമെന്ന നിങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥയുടെ തുടക്കമാണിത്. പരിശീലനം കൊണ്ട് നിശ്ചലതയുടെയും ശാന്തിയുടെയും അനുഭവം ആഴമേറിയതാകാം. യഥാർത്ഥത്തിൽ അനന്തമായി ആഴമുള്ളതാണത്. നിങ്ങളുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ നിന്ന് സൂക്ഷ്മമായ ആനന്ദം പ്രസരിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാനാകും. അതാണ് ഉണ്മയുടെ ആനന്ദം. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്നതല്ല. നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകൾ കാട് കയറുന്നു, അപ്പോഴൊക്കെ ആ ചിന്തകളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത്തരം ചിന്തകൾ താനേ തകർന്നു പോകും. ഈ അനുഭവം പറഞ്ഞറിയിക്കാനുള്ളതല്ല, നിങ്ങൾ അനുഭവിച്ചറിയാനുള്ളതാണ്. ചോദ്യം: മനുഷ്യന് സന്തോഷം ലഭിക്കാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്? ഉത്തരം: ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് മനുഷ്യന് സന്തോഷം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം. പക്ഷേ മനുഷ്യൻ ചിന്തകൾക്ക് അടിമയായി തീർന്നതിനാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ചിന്തയ്ക്ക് മീതെ ഉയരുക എന്നതാണ് ഇതിനുള്ള ഏക പരിഹാരം. ചോദ്യം: ഈ നിമിഷത്തിൽ ജീവിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഉത്തരം: വികാരങ്ങളെ നിരീക്ഷിക്കുക. ഈ നിമിഷത്തിൽ എന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നത് ശീലമാക്കുക. ആ ചോദ്യം നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കും. പക്ഷേ ഒന്നും അപഗ്രഥിക്കരുത്. വെറുതെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുക. വികാരത്തിന്റെ ഊർജം അനുഭവിക്കുക. വികാരങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൂടുതൽ ആഴത്തിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലെ ആന്തരികമായ ഊർജക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക. ഈ ഊർജക്ഷേത്രമാണ് ഉണ്മയിലേക്കുള്ള വാതിൽ. ചോദ്യം: ആരുടെ ജീവിതവും വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമല്ല. അവയെ ഒഴിവാക്കുന്നതിന് പകരം അവയോടൊപ്പം ജീവിക്കാൻ പഠിക്കുകയല്ലേ വേണ്ടത്? ഉത്തരം: വർത്തമാനകാലത്ത് കൂടുതൽ വേദനകൾ സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് നാം നമ്മോട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ചോദ്യം: എങ്ങനെയാണ് അത് സാധിക്കുക? ഉത്തരം: മനുഷ്യന്റെ വേദനയുടെ സിംഹഭാഗവും അനാവശ്യമാണ്. നിരീക്ഷിക്കപ്പെടാത്ത മനസ്സ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നിടത്തോളം കാലം അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വർത്തമാനകാലത്തിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന വേദന ഒരു തരത്തിലുള്ള തിരസ്കാരമാണ്. നിലവിലുള്ളതിനെതിരെ ഏതോ തരത്തിലുള്ള അബോധപൂർവമായ പ്രതിരോധമാണ്. ചിന്തയുടെ തലത്തിൽ ഈ പ്രതിരോധം ഒരുതരം വിലയിരുത്തലാണ്. വൈകാരികമായ തലത്തിൽ ഇതൊരു നിഷേധഭാവമാണ്. ഈ വേദനയുടെ തീവ്രത വർത്തമാനകാലത്തെ നിങ്ങൾ എത്രമാത്രം പ്രതിരോധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ പ്രതിരോധമാകട്ടെ നിങ്ങൾ എത്രമാത്രം ശക്തമായ മനസ്സുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചുമാണ് ഇരിക്കുന്നത്. വർത്തമാനകാലത്തെ നിഷേധിക്കാനും അതിൽ നിന്നും രക്ഷപ്പെടാനുമാണ് മനസ്സ് എപ്പോഴും ശ്രമിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ മനസ്സുമായി എത്രയധികം താതാത്മ്യപ്പെട്ടിരിക്കുന്നുവോ അത്രയധികം വേദന നിങ്ങൾ അനുഭവിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെ പറയാം: വർത്തമാനകാലത്തെ നിങ്ങൾ എത്രമാത്രം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവോ അത്രയും അധികം നിങ്ങൾ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിമുക്തരായിരിക്കും. ചോദ്യം: എന്തുകൊണ്ടാണ് മനസ്സ് പതിവായി വർത്തമാനകാലത്തെ നിഷേധിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്നത്? ഉത്തരം: കാരണം ഭൂതകാലവും ഭാവിയും ചേർന്ന സമയത്തെ കൂടാതെ മനസ്സിന് പ്രവർത്തിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് മനസ്സ് ഭൂതത്തെയും ഭാവിയെയും കൂട്ടുപിടിക്കുന്നത്. ഇത് മനസ്സിലാക്കി വർത്തമാനകാലത്ത് ജീവിക്കാനുള്ള മനഃപൂർവമായ ശ്രമമാണ് നമുക്ക് വേണ്ടത്. ചോദ്യം: ഈ കാര്യങ്ങൾ ഒക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രായോഗിക തലത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉത്തരം: ഈ നിമിഷത്തിൽ ജീവിക്കാൻ ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ചില ടിപ്സുകൾ നൽകാം. 1.
നിങ്ങളുടെ ശ്വാസം എടുക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം എടുക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിലവിലെ നിമിഷത്തിൽ കൊണ്ടുവരുന്ന ഒരു മികച്ച മാർഗമാണ്. നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗതിയെയും ആഴത്തെയും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസം എങ്ങനെ നിങ്ങളുടെ ശരീരത്തിലൂടെ നീങ്ങുന്നുവെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളെ നിലവിലെ നിമിഷത്തിൽ കൊണ്ടുവരുന്ന മറ്റൊരു മികച്ച മാർഗമാണ്. നിങ്ങളുടെ കാഴ്ച, ശ്രവണം, സ്പർശം, മണം, സ്വാദ് എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ അനുഭവിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു, എങ്ങനെ ശബ്ദിക്കുന്നു, എങ്ങനെ അനുഭവപ്പെടുന്നു, എങ്ങനെ മണക്കുന്നു, എങ്ങനെയുള്ള രുചിയുണ്ട് എന്നൊക്കെ ശ്രദ്ധിക്കുക. 3. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുന്നത് അവയെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. അവ നിങ്ങളെ എങ്ങനെ അനുഭവിപ്പിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. അവ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രകടമാകുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അവയെ നിരീക്ഷിക്കുകയും അവയെ അംഗീകരിക്കുകയും വേണം. നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പരിശീലനം ആവശ്യമുള്ള ഒരു കഴിവാണ്. നിങ്ങൾ പതിവായി പരിശീലിച്ചാൽ നിങ്ങൾക്ക് നിലവിലെ നിമിഷത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. 5. ധ്യാനം. ധ്യാനം ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ്. നിരവധി തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു രീതി കണ്ടെത്താൻ പരിശ്രമിക്കുക. 6. ഏതെങ്കിലും മെന്ററുടെ അല്ലെങ്കിൽ ഗുരുവിന്റെ സഹായം തേടുക. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് വിജയിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ അനുയോജ്യനായ ഒരു ഗുരുവിനെയോ മെന്ററെയോ സമീപിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും മികച്ച ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ചോദ്യം: കാലം എന്ന് പറയുന്നത് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ പ്രസന്റിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ഉത്തരം: ദ പ്രസന്റ് മൊമെന്റ്. നിലവിലെ നിമിഷം മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ളൂ. അതുമാത്രമേ നമ്മുടെ പൂർണ്ണശക്തിയും സന്തോഷവും അനുഭവിക്കാൻ നമ്മെ അനുവദിക്കുന്നുള്ളൂ. നിലവിലെ നിമിഷത്തെ യഥാർത്ഥ സമയമെന്ന് വിളിക്കുന്നു. ഭൂതകാലവും ഭാവിയും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. അവ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ചിന്തകളും വികാരങ്ങളുമാണ്. ഭൂതകാലം കഴിഞ്ഞുപോയതാണ്. ഭാവി ഇനിയും വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ മനസ്സ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളിലോ ഭാവിയിലുള്ള ഭയത്തിൽ നിന്നുള്ള ചിന്തകളിലോ മുഴുകി നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിലവിലെ നിമിഷത്തിൽ നിന്നും അകന്നു പോകുന്നു. നിലവിലെ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരവധി ഗുണങ്ങളുണ്ടാക്കുന്നു. ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്നു. ചോദ്യം: കാലത്തിന്റെ 3 അവസ്ഥകളിൽ ഭാവിയെയും ഭൂതത്തെയും പരിപൂർണമായി ഒഴിവാക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമാണോ? കാരണം ഭൂതകാലത്തിൽ നിന്നും പാഠങ്ങൾ വർത്തമാനകാലത്തെ സുന്ദരമാക്കാൻ ഉപകരിക്കുകയില്ലേ? അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങൾ വർത്തമാനകാലത്ത് ചെയ്യുന്നത് ജീവിതം കൂടുതൽ സന്തോഷകരമാകാൻ കാരണമാകില്ലേ? ഉത്തരം: നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാലം എന്നത് 3 അവസ്ഥകളായാണ് നിലനിൽക്കുന്നത്: ഭൂതകാലം, വർത്തമാനകാലം, ഭാവി. ഭൂതകാലം കഴിഞ്ഞുപോയതാണ്. ഭാവി ഇനിയും വന്നിട്ടില്ല. വർത്തമാനകാലം മാത്രമേ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുള്ളൂ. ഭൂതകാലത്തിൽ നിന്നും പാഠങ്ങൾ വർത്തമാനകാലത്തെ സുന്ദരമാക്കാൻ ഉപകരിക്കുന്നു എന്നത് ശരിയാണ്. ഭൂതകാലത്തിൽ നമ്മൾ നടത്തിയ തെറ്റുകളിൽ നിന്ന് പഠിച്ച് അവ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർത്തമാനകാലം കൂടുതൽ സന്തോഷകരമാക്കാം. ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങൾ വർത്തമാനകാലത്ത് ചെയ്യുന്നത് ജീവിതം കൂടുതൽ സന്തോഷകരമാകാൻ കാരണമാകുന്നു എന്നതും ശരിയാണ്. ഭാവിയിലേക്കുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ വർത്തമാനകാലത്ത് കൂടുതൽ പ്രചോദനത്തോടെയും ഊർജത്തോടെയും ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഭാവിയെയും ഭൂതത്തെയും പരിപൂർണമായി ഒഴിവാക്കുക എന്നത് ബുദ്ധിപരമായ തീരുമാനമല്ല. ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിന് മാത്രമല്ല, അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൂതകാലത്തിലെ നല്ല കാര്യങ്ങളെ ഓർമ്മിക്കുകയും നല്ല ഓർമ്മകളെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങൾ ചെയ്യുന്നതിന് പുറമെ ഭാവിയെ ആസ്വദിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാവിയിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കറിയില്ല. അതിനാൽ തന്നെ ഓരോ ദിവസവും പൂർണ്ണമായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ കാലത്തിന്റെ 3 അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയെ പരസ്പരം ബന്ധിപ്പിച്ച് അവയെ സന്തുലിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരവും സമാധാനപൂർണവുമാകും. ചോദ്യം:
ഭൂതകാലത്തെയും ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങളെയും കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകാമോ? ഉത്തരം: ഭൂതകാലത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക, എന്നാൽ അത് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങൾ ചെയ്യുക, എന്നാൽ അത് നിങ്ങളുടെ വർത്തമാനകാലത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ഓരോ ദിവസവും പൂർണ്ണമായി അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക. ഇപ്രകാരം ഈ നിമിഷത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഭാവിയെ കെട്ടിപ്പടുക്കുവാനും ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ചോദ്യം: നമ്മുടെ ജീവിതയാത്രയുടെ ആന്തരികമായ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉത്തരം: ഈ ലോകത്ത് ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല. എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും, ഒരു ഉദ്ദേശവും ഉണ്ടാകും. ജീവിതയാത്രയിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഗതിയില്ലാതെ ഒഴുകി നടക്കും. ഉദ്ദേശം, ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമാണെന്നും അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ലക്ഷ്യത്തെയും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിനെയും തമ്മിൽ എങ്ങനെ യോജിപ്പിക്കും? ഉത്തരം: നിങ്ങളൊരു യാത്രയിലാകുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നും നിങ്ങൾ പോകുന്നതിന്റെ പൊതുവായ ദിശ ഏതാണെന്നും അറിയുന്നത് തീർച്ചയായും സഹായകരമാണ്. പക്ഷേ ഒരു കാര്യം മറക്കരുത്: നിങ്ങളുടെ യാത്രയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായി യഥാർത്ഥമായ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഈ നിമിഷത്തിലേക്കെടുക്കുന്ന ചുവടുവയ്പ്. എപ്പോഴും അത് മാത്രമേ വാസ്തവമായുള്ളൂ. ചോദ്യം: കോസ്മിക് നിയമങ്ങൾ എന്താണ്? ഉത്തരം: ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്, പ്രപഞ്ചം ചലിക്കുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമങ്ങളെ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, പല പേരുകളിൽ അറിയപ്പെടുന്നു. അറിയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഇനിയും അറിയാനിരിക്കുന്നു. അറിഞ്ഞ കാര്യങ്ങളിൽ ചിലത് പറയാം. ഈ പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആകർഷണ നിയമം. മറ്റൊരു നിയമമാണ് കാര്യകാരണ നിയമം. എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു, ചിലത് വികർഷിക്കുന്നു. ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും ചില കാരണങ്ങളുണ്ട്. കാരണങ്ങളില്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഇതാണ് കാര്യകാരണ നിയമം. ചോദ്യം: ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരിൽ ചിലർക്ക് മാത്രം അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നു, ചിലർക്ക് നടക്കുന്നില്ല. അതെല്ലാവർക്കും നടക്കേണ്ടതല്ലേ? ഉത്തരം: യാതൊരു കാര്യവും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ടായിരിക്കണം. അതാണ് അർഹത നിയമം. 1000 മലകൾക്കപ്പുറത്താണെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. എന്നാൽ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒരു കാര്യം നിങ്ങളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് പോലും വഴുതിപ്പോകും. കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരം നഷ്ടപ്പെട്ടു എന്ന് കേട്ടിട്ടില്ലേ? ചോദ്യം: അർഹത പരിശ്രമം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുമോ? ഉത്തരം: ചില കാര്യങ്ങൾ നമുക്ക് പരിസരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും. ചില കാര്യങ്ങൾ ബുദ്ധിപൂർവമായ നീക്കങ്ങൾ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയും. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഉദാഹരണത്തിന്, മനോഹരമായ ഒരു ചിത്രശലഭത്തെ കണ്ടാൽ അതിനെ സ്വന്തമാക്കണമെന്ന് പലർക്കും ആഗ്രഹം തോന്നും. എന്നാൽ അതിനെ പിടിക്കാൻ നിങ്ങൾ പുറകെ നടന്നാൽ ചിത്രശലഭം പറന്നു പോകും. എന്നാൽ നിങ്ങൾ ഒരു പൂന്തോട്ടം നിർമ്മിച്ചു നോക്കൂ, നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിലും ചിത്രശലഭം പറന്നു വരും. അതുപോലെയാണ് നിങ്ങൾ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഇന്നലത്തേക്കാൾ ബെറ്ററായ ഒരാളായി നോക്കൂ. നിങ്ങൾ എല്ലാം നിങ്ങളെ തേടി വരും. ഒന്നിന്റെയും പിറകെ പായരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുക. അതാണ് ആകർഷണ നിയമം. നിങ്ങൾ പൂന്തോട്ടത്തിന് പകരം ഒരു വേസ്റ്റ് കുഴി നിർമ്മിച്ചു. കുഴി മുഴുവൻ വേസ്റ്റ് കൊണ്ട് നിറച്ചു. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? പുഴുക്കൾ, അട്ട, പഴുതാര തുടങ്ങിയ ജീവികൾ വരും. വേസ്റ്റ് കുഴി നിർമ്മിച്ചിട്ട് പൂമ്പാറ്റ, ചിത്രശലഭം തുടങ്ങിയവ പറന്നു വരണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല. കാരണം വേസ്റ്റ് കുഴിക്ക് ചിത്രശലഭത്തെ ആകർഷിക്കാനുള്ള അർഹതയില്ല എന്നതാണ്. ഇതാണ് അർഹത നിയമം. ചോദ്യം: കോസ്മിക് ഊർജം അർഹതയുള്ള എല്ലാവരിലും ഒരുപോലെ എത്തുമോ? ഉത്തരം: പലരും അവരുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് കോസ്മിക് ഊർജം സ്വീകരിക്കാനുള്ള അവരുടെ അർഹത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിച്ചാൽ നിങ്ങളിലേക്ക് ഊർജം ആകർഷിക്കപ്പെടാൻ ഒരു വാതായനം തുറക്കും. തുടർന്നുള്ള അധ്യായത്തിൽ എക്കാർട്ട് ടോൾ അവിടെ ഉണ്ടായിരിക്കുക എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചോദ്യം: അവിടെ ഉണ്ടായിരിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതും അവിടെ ഉണ്ടായിരിക്കുക എന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉത്തരം: അവിടെ ഉണ്ടായിരിക്കുക എന്നത് നിലവിലെ നിമിഷത്തിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുന്നതും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതുമാണ്. അത് നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കുന്നതും അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതുമാണ്. ചോദ്യം: അവിടെ ഉണ്ടായിരിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? അവിടെ ഉണ്ടായിരിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ഗുണങ്ങൾ നൽകുന്നു. നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും വർദ്ധിപ്പിക്കുന്നു.
നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ചോദ്യം: അവിടെ ഉണ്ടായിരിക്കാൻ എന്നത് എന്ത്, എങ്ങനെ? ഉത്തരം: അവിടെ ഉണ്ടായിരിക്കൽ ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയായി തോന്നാം, പക്ഷേ അത് പരിശീലനത്തിലൂടെ സാധ്യമാണ്. ചില സഹായകരമായ ടിപ്പുകൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ നിലവിലെ നിമിഷത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കുക. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും തൊടുന്നതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുന്നത് അവയെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. ചോദ്യം: ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാമോ? ഉത്തരം: നിങ്ങളൊരു യാത്രയിലാണെന്ന് കരുതുക. നിങ്ങൾ വാഹനമോടിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ജോലിയിലും മറ്റ് ആശങ്കകളിലുമായിരിക്കും. എന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കാൻ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ കാണുന്ന ഭൂപ്രകൃതിയെയും നിങ്ങൾ കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദത്തെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങൾ വാഹനമോടിക്കുന്നതിൽ നിന്ന് കൂടുതൽ ആസ്വാദനം നേടും. അവിടെ ഉണ്ടായിരിക്കുക ഒരു ജീവിതകാല പഠനമാണ്. നിങ്ങൾ പതിവായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ നിലവിലെ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കും. 6-ാം അധ്യായം സ്വയം അംഗീകാരം എന്നതാണ്. ഈ അധ്യായത്തിൽ എക്കാർട്ട് ടോൾ സ്വയം അംഗീകാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചോദ്യം: എന്താണ് സ്വയം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഉത്തരം: സ്വയം അംഗീകാരം എന്നത് നിങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നതാണ്. നിങ്ങളുടെ നന്മകളും കഴിവുകളും അതോടൊപ്പം കഴിവുകേടുകളും തെറ്റുകളും പോരായ്മകളും പരിമിതികളും നിങ്ങൾ അംഗീകരിക്കുന്നു. ഇതാണ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ പല പ്രാവശ്യം ഉരുവിട്ട് പ്രതിജ്ഞ ചെയ്ത് സ്വയം അംഗീകരിക്കണം. ചോദ്യം: സ്വയം അംഗീകാരത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഇതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കും? ഉത്തരം: സ്വയം അംഗീകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി ഗുണങ്ങൾ നൽകുന്നു. നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. സ്വയം അംഗീകരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ലേ? ഉത്തരം: സ്വയം അംഗീകാരം ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയായി തോന്നാം, പക്ഷേ അത് പരിശീലനത്തിലൂടെ സാധ്യമാണ്. ചില സഹായകരമായ ടിപ്പുകൾ നൽകാം. ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ നല്ലതും മോശവുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ തെറ്റുകൾക്കും പോരായ്മകൾക്കും പകരം നിങ്ങളുടെ ശക്തികളും സാധ്യതകളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കണ്ടെത്തുക. നിങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ കൂടെ സമയം ചെലവഴിക്കുക. അവരിൽ നിന്ന് അംഗീകാരവും സ്വീകാര്യതയും നേടുക. ചോദ്യം: ഒരു ഉദാഹരണം പറഞ്ഞ് ഇത് കൂടുതൽ വ്യക്തമാക്കാമോ? ഉത്തരം: നിങ്ങളൊരു ജോലിയിൽ പരാജയപ്പെട്ടു എന്ന് കരുതുക. നിങ്ങൾ സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ സ്വയം അംഗീകാരം പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കുകയും തെറ്റുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യും. ഈ പാഠങ്ങൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് കാരണം നിങ്ങളെ തന്നെ നിരാശപ്പെടുത്തുകയോ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സംശയിക്കുകയോ ചെയ്യില്ല. ചോദ്യം: സ്വയം അംഗീകാരം എത്ര കാലം കൊണ്ട് പരിശീലിക്കാൻ കഴിയും? ഉത്തരം: സ്വയം അംഗീകാരം ഒരു ജീവിതകാല പഠനമാണ്. നിങ്ങൾ പതിവായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്വയം സ്നേഹവും സ്വീകാര്യതയുമുള്ള വ്യക്തിയായിത്തീരും. ചോദ്യം: എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത്? മറ്റുള്ളവരെ സഹോദരതുല്യം സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ നന്നാകുന്നത്. അങ്ങനെയുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കുമ്പോൾ അയാൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഈ നിമിഷത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാവരെയും സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. ഇത്തരമൊരു മനോഭാവം ഉണ്ടാകാൻ പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനം അയാളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും സുഖം കിട്ടുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനമെന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗമെന്ന് പറയുന്നത്. ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയൽവക്കത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത്. ഈ നല്ല മനസ്സുണ്ടാകുന്നതുകൊണ്ട് ഏറ്റവും പ്രയോജനം അയാൾക്ക് തന്നെയാണ്. കാരണം അയാൾ അതുവരെ അറിയാത്ത അനുഭൂതിയിലേക്ക് സ്വയം പരിവർത്തനം ചെയ്യപ്പെടുന്നു. അയാൾ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ചോദ്യം: ഒരാൾക്ക് ജീവിത വിജയവും സന്തോഷവും ലഭിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയോ? ഒരു സെൻ ഗുരുവിന്റെ 2 ശിഷ്യന്മാർ യാത്ര പോവുകയായിരുന്നു.
യാത്രക്കിടയിൽ അവർക്ക് ഒരു ചെറു നദിയിലൂടെ അക്കരെ കടക്കേണ്ടിയിരിക്കുന്ന സന്ദർഭം വന്നു. നദിക്ക് കുറുകെ മരപ്പാലങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല. അവർ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു യുവതി അവിടെ വന്നെത്തിയത്. അവൾക്കും ആ നദി മുറിച്ചു കടന്ന് അക്കരെ എത്തണമായിരുന്നു. എന്നാൽ നിറഞ്ഞൊഴുകുന്ന നദി അവളെ ഭയപ്പെടുത്തി. നദി മുറിച്ചു കടക്കാൻ സഹായിക്കണമെന്ന് അവൾ യുവസന്യാസിമാരോട് അപേക്ഷിച്ചു. തങ്ങൾ ബ്രഹ്മചാരികളാണെന്നും സ്ത്രീകളെ സ്പർശിക്കുവാൻ പാടില്ലെന്നും അവരിൽ ഒരു യുവാവ് അവളോട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വിഷമിച്ചു നിന്നു. അപ്പോൾ മറ്റേ യുവസന്യാസി ഒന്നും പറയാതെ ആ യുവതിയെ ചുമലിലേന്തി നദി മുറിച്ചു കടന്ന് അക്കരെ എത്തിച്ചു. യാത്ര കഴിഞ്ഞ് ഏറെ വൈകിയാണ് യുവസന്യാസിമാർ ആശ്രമ പരിസരത്ത് തിരികെ എത്തിയത്. ഗുരു ചോദിച്ചു, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ? ഒന്നാമത്തെയാൾ പറഞ്ഞു, യാത്ര സുഖമായിരുന്നു, എങ്കിലും ആനന്ദം ചെയ്തത് ശരിയായില്ല. എന്താണ് ആനന്ദൻ ചെയ്തത്? ഗുരു ചോദിച്ചു. ആനന്ദൻ ബ്രഹ്മചര്യം ലംഘിച്ചു. നടന്ന സംഭവം യുവസന്യാസി ഗുരുവിനോട് വിവരിച്ചു. യുവസന്യാസി പറയുന്നത് സശ്രദ്ധം കേട്ട ശേഷം ഗുരു ചോദിച്ചു, ആനന്ദ, നീ ബ്രഹ്മചര്യം ലംഘിച്ചുവോ? ആനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുവിനെ തൊഴുതു. എനിക്ക് അത്താഴ പൂജയ്ക്കുള്ള സമയമായി. ഞാൻ കുളിച്ചു വൃത്തിയായി വരാൻ അങ്ങ് അനുവദിക്കൂ. ഗുരുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അദ്ദേഹം ആനന്ദന് ആംഗ്യം കൊണ്ട് അനുവാദം നൽകി. ആനന്ദൻ പോയ ശേഷം ഗുരു യുവസന്യാസിയോട് പറഞ്ഞു, താങ്കളിപ്പോഴും ആ യുവതിയെ ചുമക്കുകയാണോ? ആനന്ദൻ നദിക്കരയിൽ തന്നെ അവളെ മറന്നിട്ടാണ് പോകുന്നത്. എനിക്ക് പ്രായമേറെയായി. ഈ ആശ്രമത്തിന്റെ ചുമതല ഏൽക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രാപ്തനായ ഒരാൾ നിങ്ങളിൽ ആരാണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. ആനന്ദൻ അതിന് യോഗ്യനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. പലരും ഒന്നാമത്തെ യുവസന്യാസിയെ പോലെയാണ്. ആവശ്യമില്ലാത്ത പലതിനെയും മനസ്സിൽ ചുമന്നുകൊണ്ട് ജീവിക്കുന്നു. മനസ്സെപ്പോഴും കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സ് എന്തിനേയും ലംഘിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള മനസ്സുകളെ തടയേണ്ടത് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. നിന്റെ നീയത്തനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം ലഭിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു. മനസ്സിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് നീയത്ത്. നിഷ്കാമ കർമ്മം ചെയ്യൂ എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്നതും ഇതേ അർത്ഥത്തിലാണ്. നീ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് വേറൊരു ശബ്ദത്തിൽ ബൈബിളും ഇതേ കാര്യത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ട്. ബ്രഹ്മചര്യവും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഫലവത്താകുന്നത് നമ്മുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഉണ്മയാണ് അഗാധമായ സത്യം. എക്കാർട്ട് ടോളെ എഴുതിയ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ സങ്കീർണമായ ആശയങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും സഹിതമാണ് ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പുസ്തകത്തിന്റെ പദാനുപത തർജ്ജിമയല്ല നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം അറിയിക്കുന്നു. ചോദ്യം: ഉണ്മയാണ് അഗാധമായ സത്യമെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? ഉത്തരം: ഉണ്മയാണ് നമ്മുടെ അഗാധമായ സത്യവും സ്വത്വവും. ഉണ്മയുടെ സാർത്ഥകമായ ചില നൈമിഷിക ദർശനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സ് അതിനെ ചെറിയൊരു പെട്ടിയിൽ തിരികെ കയറ്റി അതിനൊരു നാമം നൽകാൻ എപ്പോഴും ശ്രമിക്കും. ഉണ്മയ്ക്ക് ജ്ഞാനാസ്പദമായ ഒരു വസ്തുവായി മാറാൻ കഴിയില്ല. ഉണ്മയിൽ ഒരു വസ്തുവും അതിന്റെ പൊരുളും ഒന്നായിത്തീരുന്നു. നാമരൂപങ്ങൾക്ക് അതീതമായ കാലാതീതമായ ഒന്നുണ്ട് എന്ന അവസ്ഥയായി ഉണ്മയെ അനുഭവിക്കാനാകും. അതനുഭവിക്കുകയും അങ്ങനെ നിങ്ങളുണ്ട് എന്നറിയുകയും രൂഢമൂലമായ ഈ അവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യുന്നതിനെയാണ് പ്രബുദ്ധത എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ചോദ്യം: നന്ദിയുള്ളവരായിരിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: നന്ദിയുള്ളവനായിരിക്കുക എന്നത് നിങ്ങൾക്കുള്ളതിനെല്ലാത്തിനും നന്ദിയുള്ളവനായിരിക്കുക എന്നതാണ്. നന്ദിയുള്ളവനായിരിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നന്ദിയുള്ളവനായിരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നന്ദിയുള്ളവനായിരിക്കുന്നത് കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, നന്ദിയുള്ളവനായിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അത് നിങ്ങളെ കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവുമാക്കുന്നു. രണ്ടാമതായി, നന്ദിയുള്ളവനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കുന്നു. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു.
അത് നിങ്ങളെ കൂടുതൽ സർഗാത്മകവും സന്തോഷകരവുമാക്കുന്നു. ചോദ്യം: നന്ദിയുള്ളവനായിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: നന്ദിയുള്ളവനായിരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചുരുക്കി പറയാം. ദിവസത്തിൽ കുറച്ചു സമയം നന്ദിയുള്ളവനായിരിക്കുവാൻ ചെലവഴിക്കുക. നിങ്ങൾക്കുള്ളതിനെല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിലെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സൂര്യപ്രകാശം, പൂക്കൾ, മൃഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. മറ്റുള്ളവരുടെ സഹായത്തിനും സ്നേഹത്തിനും നന്ദി പറയുക. അവരെ നന്ദി പറഞ്ഞ് അഭിനന്ദിക്കുക. ചോദ്യം: ഒരു ഉദാഹരണം പറയാമോ? ഉത്തരം: നിങ്ങൾ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ആഹാരം ആസ്വദിക്കുകയും മറ്റുള്ളവരുടെ ഒപ്പമിരിക്കുന്നത് ആസ്വദിക്കുകയും ചെയ്യും. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഹാരത്തിനും മറ്റുള്ളവരുടെ സൗഹൃദത്തിനും നന്ദി പറയും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ സൽക്കാരത്തിൽ നിന്ന് കൂടുതൽ ആസ്വാദനം നേടും. നന്ദിയുള്ളവനായിരിക്കുവാൻ പരിശീലിക്കുന്നത് ഒരു ജീവിതകാല പഠനമാണ്. നിങ്ങൾ പതിവായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവുമായ വ്യക്തിയായിത്തീരും. ചോദ്യം: മൗനവ്രതം ആചരിക്കുന്നതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഉത്തരം: എനിക്ക് തമാശ നിറഞ്ഞ ചെറിയൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു മഹാഗുരുവിന്റെ 4 ശിഷ്യന്മാർ മൗനമാചരിക്കാൻ തീരുമാനിച്ചു. പ്രഭാതം മുതൽ അടുത്ത പ്രഭാതം വരെ സമ്പൂർണ്ണ മൗനം പാലിക്കാനായിരുന്നു അവരുടെ തീരുമാനം. സായാഹ്നം വരെ ഒരു വാക്കുപോലും ഉരിയാടാതെ അവർ കഴിച്ചുകൂട്ടി. മൗനത്തിലായിരുന്ന അവർ ഇരുട്ട് വീണപ്പോൾ പ്രകാശത്തിനായി ഒരു വിളക്ക് തെളിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിളക്കിൽ എണ്ണ തീർന്നു. അതിന്റെ തിരുനാളം കെടാൻ തുടങ്ങി. അപ്പോൾ 4 പേരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു: വിളക്കിതാ കെടാൻ പോകുന്നു. ആരെങ്കിലും അല്പം എണ്ണയൊഴിക്കുക. ഉടൻ തന്നെ രണ്ടാമന്റെ പ്രതികരണവുമുണ്ടായി: ഞാൻ മൗനവ്രതത്തിലാണ്, ആരെങ്കിലും കുറച്ച് എണ്ണയൊഴിക്ക്. ഇത് കേട്ട് മൂന്നാമൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: നമ്മൾ മൗനത്തിലാണ്, ലംഘിക്കരുത്. നാലാമൻ പറഞ്ഞു: മൗനവ്രതമാണെന്ന് നിങ്ങൾക്കറിയില്ലേ, വെറുതെ കിടന്ന് ചിലക്കരുത്. ആരെങ്കിലും എണ്ണ ഒഴിക്കൂ. ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് മിണ്ടാതെ പോയി എണ്ണ ഒഴിച്ചാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ആളുകൾ എല്ലായ്പ്പോഴും ലംഘിക്കാനുള്ള ഉൾവിളി ഉണ്ടായിക്കൊണ്ടിരിക്കും. പഴി മറ്റുള്ളവരുടെ മേൽ ചാരാനുള്ള ഒരു ശ്രമവും നടത്തും. മൗനം നല്ലതാണ്, മൗനവ്രതവും നല്ലതാണ്. പക്ഷേ മറ്റേത് കാര്യത്തിൽ ബാധകമാണ് എന്നതുപോലെ ഇതും ലംഘിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന ചിന്തയോടുകൂടി മൗനം ആചരിക്കാൻ നിന്നാൽ അത് ലംഘിക്കാനുള്ള പ്രവണതയാണ് മനുഷ്യനിലുണ്ടാവുക. ഇത് മനുഷ്യന്റെ തനത് സ്വഭാവമാണ്. എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ നന്മയ്ക്കും ഉന്നതിക്കും സന്തോഷത്തിനും വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതെപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുക. അതിന് മൗനമാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യുക. ചോദ്യം: ഭൂതകാലത്തിലെ നല്ല ഓർമ്മകൾ അയവിറക്കുന്നത് മനുഷ്യന് മനസ്സിന് സന്തോഷം നൽകുന്നതാണെങ്കിലോ? ഉത്തരം: ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, പഴയ കാലമായിരുന്നു നല്ലതെന്ന്. പണ്ടത്തെ മനുഷ്യരെ കാണാൻ ഒരു ഒന്നൊന്നര ചേലായിരുന്നു. കുടവേറും കൊമ്പ മീശയും, അതായിരുന്നു പുരുഷനെന്ന്. ഇന്ന് മീശയും വടിച്ച് പെണ്ണുങ്ങളെപ്പോലെ കാതിൽ കടുക്കനുമിട്ട് കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നുവെന്ന്. എന്നാൽ കുടവേർ ഒരു നല്ല കാര്യമല്ലെന്ന് ഇക്കൂട്ടർ സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. പണ്ടത്തെ എഴുത്തുകാരായിരുന്നു എഴുത്തുകാർ. ഷേക്സ്പിയറും ടോൾസ്റ്റോയും ഷെല്ലിയും വെറ്റ്സ്വർത്തും. അവർ എഴുതുന്നതിൽ കാമ്പുണ്ട്. എന്നാൽ ഇന്നോ എന്തൊരു കവിത, എന്തൊരു കഥ, വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. ജീവിതഗന്ധിയല്ല. പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും ഇന്നത്തെ അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ജീവിത മാറ്റങ്ങൾ നാം സൗകര്യപൂർവ്വം മറക്കുന്നു. ഇന്നത്തെ സിനിമകളാണേൽ ഒന്നിനും കൊള്ളില്ല. അതൊക്കെ പഴയ സിനിമ. ഇന്നത്തെ പാട്ടൊക്കെ എന്ത് പാട്ട്, പഴയ പാട്ടാണ് പാട്ട്. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ നമ്മൾ നിത്യജീവിതത്തിൽ കേൾക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. നൊസ്റ്റാൾജിയ കലർന്ന പഴമയെക്കുറിച്ചുള്ള ഇത്തരം വാചകങ്ങൾ യുവാക്കൾ പോലും പറയുന്നത് കേൾക്കാം. ഇതിന്റെ ഭാഗമായി 90s കിഡ്സ് എന്നും 2K കിഡ്സ് എന്നുമൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ യുവാക്കൾ പരസ്പരം വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതും പതിവാണ്. സമാന രീതിയിൽ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ എന്തു പറഞ്ഞാലും പഴമയാണ് നല്ലതെന്ന് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും കാണാം. പണ്ടത്തെ സിനിമ, പണ്ടത്തെ ഗ്രാമം, പണ്ടത്തെ പാട്ടുകൾ, പണ്ടത്തെ സ്കൂൾ ജീവിതം, ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാൻ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കാറുണ്ട്. ഇനി ഒന്ന് മനസ്സിരുത്തി വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, പഴയ കാലത്തേക്കാൾ എത്രയോ പുരോഗതി കൈവരിച്ച ലോകത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നതെന്ന്.
എന്നിരുന്നാലും എന്തുകൊണ്ടാണ് നാം അടക്കമുള്ളവർ പണ്ടത്തെ കാലം എന്ന ചിന്തയെ ഇത്രയധികം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്? ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ മനസ്സിലാക്കുക, റോസി റിട്രോസ്പെക്ഷൻ എന്ന തലച്ചോറിന്റെ ഒരു കുസൃതിയാണ് ഇതിന് പിന്നിലെന്ന്. എല്ലാ രീതിയിലും സമാനമാണെങ്കിലും ഭൂതകാലത്തെ വർത്തമാനകാലത്തേക്കാൾ മികച്ചതായി വിലയിരുത്തുന്ന ചിന്താപക്ഷപാതമാണ് റോസി റിട്രോസ്പെക്ഷൻ. ലളിതമായി പറഞ്ഞാൽ, പഴയകാല സംഭവങ്ങളെ അവ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ മനോഹരമാണെന്ന് ഓർത്തെടുക്കാനുള്ള പ്രവണതയാണിത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ നൊസ്റ്റാൾജിയയുമായി ബന്ധമുണ്ടെന്ന് തോന്നുമെങ്കിലും രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അല്പസമയം പഴയകാല സ്മരണകൾ അയവിറക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം മാത്രമാണ് സത്യമെന്ന കാര്യം തിരിച്ചറിയുക. ചോദ്യം: ക്ഷമിക്കുക എന്ന മനോഭാവത്തെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഉത്തരം: ക്ഷമയെന്നത് മറ്റൊരാളുടെ തെറ്റുകളെയും കുറവുകളെയും അംഗീകരിക്കുന്നതും അവരെ തെറ്റുകാരായി മുദ്രകുത്താതിരിക്കലുമാണ്. ക്ഷമ എന്നത് മറ്റൊരാളോട് വെറുപ്പും നിരാശയും തോന്നാതിരിക്കുക എന്നതാണ്. ചോദ്യം: ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ക്ഷമിക്കേണ്ടത് പ്രധാനമാണ്. കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ തെറ്റുകളെ നിങ്ങളുടെ വ്യക്തിപരമായ ആത്മാഭിമാനവുമായി ബന്ധപ്പെടുത്തുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും വർദ്ധിപ്പിക്കുന്നു. ചോദ്യം: ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം: ക്ഷമിക്കുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചത്ര എളുപ്പമല്ല. പക്ഷെ അത് പരിശീലനത്തിലൂടെ സാധ്യമാണ്. ചില സഹായകരമായ ടിപ്പുകൾ പറഞ്ഞുതരാം. നിങ്ങളുടെ വികാരങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. മറ്റൊരാളുടെ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുവെന്ന് മനസ്സിലാക്കുക. മറ്റൊരാളോട് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് തീരുമാനിക്കുക. ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അത് എളുപ്പമാകും. ക്ഷമിക്കേണ്ടതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയായി തോന്നാം, പക്ഷേ അത് പരിശീലനത്തിലൂടെ സാധ്യമാണ്. നിങ്ങളിത് പതിവായി ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവുമായ വ്യക്തിയായി തീരും. ചോദ്യം: ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകിയോ എന്ന് എനിക്കൊരു സംശയം. ആ ചോദ്യം ഞാൻ ആവർത്തിക്കാം. ഒരാൾക്ക് ജീവിത വിജയവും സന്തോഷവും ലഭിക്കാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയോ? വഴിയാത്രക്കാരായ 4 പേർ ഒരുമിച്ച് ഒരു വഴിയമ്പലത്തിൽ ഒത്തുകൂടി. പല രാജ്യക്കാരായിരുന്നു അവർ. അപ്രതീക്ഷിതമായി അതുവഴി വന്ന ദാനധർമ്മിയായ ഒരു ധനികൻ കുറച്ച് പണം അവർക്ക് നൽകി. അത് എങ്ങനെ ചെലവഴിക്കണമെന്നായി പിന്നീട് അവരുടെ ചിന്ത. ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒന്നാമൻ ഒരു പേർഷ്യക്കാരനായിരുന്നു. അദ്ദേഹം തന്റെ ആഗ്രഹം പറഞ്ഞു: നമുക്ക് ഈ പണം കൊണ്ട് കുറച്ച് ആങ്കർ വാങ്ങാം. രണ്ടാമൻ ഒരു അറബിയായിരുന്നു. അയാൾ അതിനെ എതിർത്തു. വേണ്ട, എനിക്ക് കുറച്ച് ഇനാബായാണ് വേണ്ടത്. മൂന്നാമൻ ഒരു തുർക്കിയായിരുന്നു. 2 പേരെയും എതിർത്തു. എനിക്ക് ആങ്കറും ഇനാബും വേണ്ട, കുറച്ച് ഉസൂമാണ് വേണ്ടത്. നാലാമൻ ഒരു ഗ്രീക്കുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു: എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും ആവശ്യമില്ല. ആ പണം കൊണ്ട് കുറച്ച് സ്റ്റാഫിൽ വാങ്ങിയാൽ മതി. പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും അവരവർ പറഞ്ഞ വസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റുള്ളവർ പറഞ്ഞത് ഏത് വസ്തുവിനെ ഉദ്ദേശിച്ചായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. 4 പേരും ഇതിനെ ചൊല്ലി തർക്കിച്ചു. ഓരോരുത്തരും അവരാവശ്യപ്പെട്ട സാധനം തന്നെ വേണമെന്ന് വാശി പിടിച്ചു. എന്നാൽ തുക വീതിച്ചെടുക്കാമെന്ന് വെച്ചാൽ അതും കഴിയില്ലായിരുന്നു. കാരണം ചെറിയൊരു തുകയുടെ ഒരൊറ്റ നാണയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ തർക്കം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു നിന്ന പണ്ഡിതനായ ഒരാൾ അടുത്തു വന്നു. അയാൾ പറഞ്ഞു: നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം ഞാൻ നടപ്പാക്കിത്തരാം. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആ പണം എന്റെ കയ്യിൽ തരിക. നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന വസ്തു തന്നെ ഞാൻ വാങ്ങിത്തരാം. നിങ്ങളുടെ തർക്കവും അവസാനിക്കും. അങ്ങനെ അവർ പണം പണ്ഡിതനെ ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു കടയിൽ കയറി കുറെ മുന്തിരി വാങ്ങി അവർക്ക് തുല്യമായി വീതിച്ചു നൽകി. എല്ലാവർക്കും സന്തോഷമായി. കാരണം 4 പേരും ആവശ്യപ്പെട്ടത് മുന്തിരിയായിരുന്നു. നമ്മളെല്ലാം തേടുന്നത് ഒരേ കാര്യമാണ്, പല പേരുകളിലാണ് എന്ന് മാത്രം. മറ്റുള്ളവർ തേടുന്നത് തന്നെയാണ് ഞാനും തേടുന്നതെന്ന് തിരിച്ചറിവില്ലാത്തതാണ് അസഹിഷ്ണുതയുടെയും അസന്തുഷ്ടിയുടെയും പ്രധാന കാരണം. സൂഫി വര്യനായ ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഈ കഥയിൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയായില്ലെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം: സന്തോഷം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം: സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒരുപോലെയാണ്. അസന്തുഷ്ട കുടുംബങ്ങളിലാവട്ടെ ഓരോന്നിലും ഓരോ തരത്തിലാണ് സന്തോഷമില്ലായ്മ. ഒരു കുടുംബവും സന്തോഷത്തിലല്ല. എല്ലാവരും പക്ഷേ അന്വേഷിക്കുന്നത് സന്തോഷമാണ് താനും. എന്നാൽ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും വിഭിന്നങ്ങളായ കാരണങ്ങളാൽ അസന്തുഷ്ടിയിലേക്ക് വഴിമാറിപ്പോകുന്നു.
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ജീവിതം എന്നതാണ് സന്തോഷത്തിന്റെ കാതൽ. സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് വെറുപ്പിനെയും അനീതിയെയും അതിജീവിക്കാൻ കഴിയും. നാം നട്ടുവളർത്തുന്നതൊക്കെയുമാണ് നമുക്ക് തണലാവുക. നമുക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർക്കും. ചോദ്യം: പലപ്പോഴും ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് തിരിച്ചടിയായി വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ ഒഴിവാക്കാം? ഉത്തരം: നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക എന്നത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും ശ്രദ്ധാപൂർവം പരിഗണിക്കുക എന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാൻ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നു. നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നെഗറ്റീവ് വികാരങ്ങളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു. നിങ്ങൾ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പോസിറ്റീവ് വികാരങ്ങളും സംഭവങ്ങളും സൃഷ്ടിക്കുന്നു. രണ്ടാമതായി, നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നു. നിങ്ങൾ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും നെഗറ്റീവ് ആക്കുന്നു. നിങ്ങൾ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും പോസിറ്റീവ് ആക്കുകയും ചെയ്യുന്നു. ചോദ്യം: വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഉത്തരം: നിങ്ങൾ വാക്കുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധാപൂർവം പരിഗണിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം പരിഗണിക്കുക. നിങ്ങളുടെ വാക്കുകൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനം പരിഗണിക്കുക. നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചിന്തിക്കുക. ചോദ്യം: ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് വിശദീകരിക്കാമോ? ഉത്തരം: ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ നീ എന്താണ് ക്ഷീണിച്ചിരിക്കുന്നത്, നിനക്ക് ഭയങ്കര തടി കൂടിപ്പോയി തുടങ്ങിയ വാക്കുകൾ സാധാരണ ആളുകൾ ഉപയോഗിക്കാറുള്ളതാണ്. അത് കാര്യവും സത്യവുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തിന്റെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും നെഗറ്റീവാക്കും. നിങ്ങളുടെ സുഹൃത്ത് തങ്ങളെക്കുറിച്ച് അപകർഷത അനുഭവിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി പോളിഷ്ഡ് ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ സുഹൃത്തിന് സന്തോഷമാകും. അതോടൊപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. നീ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ കൂടുതൽ സുന്ദരനും ആരോഗ്യവാനും ആയി തീർന്നിട്ടുണ്ട്. എന്നാൽ അല്പം മെലിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. നീ അല്പം തടിച്ചു. കാണാനൊരു തറവാടിയുടെ ലക്ഷണമൊക്കെയുണ്ട്. എങ്കിലും ആഹാരമൊന്ന് കുറയ്ക്കുന്നത് കൊള്ളാം. കാരണം ആരോഗ്യം കൂടി നോക്കണമല്ലോ. നിങ്ങളുടെ ഈ വാക്കുകൾ നിങ്ങളുടെ സുഹൃത്തിന്റെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ പോസിറ്റീവ് ആക്കിയേക്കും. എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ അത് ആലോചിച്ച് പരിഹാരം കാണാനുള്ള മനോഭാവവും ഉണ്ടാകും. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെക്കുറിച്ച് കൂടുതൽ സ്നേഹവും സ്വീകാര്യതയും പ്രകടിപ്പിക്കാം. ചോദ്യം: നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ചും ചില മുൻവിധികൾ ഉണ്ടാകും. അത് ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഉത്തരം: മുൻവിധികളും വിധികളും നിത്യജീവിതത്തിൽ പലപ്പോഴും ചെയ്യേണ്ടി വരും. വിധി എന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ധാരണയോ വിലയിരുത്തലോ ആണ്. എന്നാൽ ഒരാളെ കാണുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ അയാളുടെ മുൻകാല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ നടത്തുന്ന വിലയിരുത്തലുകളെയാണ് മുൻവിധികൾ എന്ന് പറയുന്നത്. വ്യക്തികളെ മാത്രമല്ല, ചില സാഹചര്യങ്ങളെയും ഇപ്രകാരം വിലയിരുത്തി അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്. മുൻവിധികൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉള്ളതായിരിക്കില്ല. വിധികളും മുൻവിധികളും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വാധീനിക്കുന്നു. വിധി പ്രസ്താവിക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണ്? അതിന്റെ ഉത്തരം: വിധി പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറിച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ അവരെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തടവിലാക്കുന്നു. വിധി പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തെയും സമാധാനത്തെയും തടസ്സപ്പെടുത്തുന്നു. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ അവരെയും അംഗീകരിക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയില്ല. ചോദ്യം: വിധി പ്രസ്താവിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ. ഉത്തരം: വിധി പ്രസ്താവിക്കാതിരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. ചില സാധാരണ മാർഗങ്ങൾ ഇവയാണ്. നിങ്ങളുടെ വിധികൾ നിരീക്ഷിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും പറയുന്നതെന്നും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിധികൾക്ക് പകരം നിരീക്ഷണങ്ങൾ നടത്തുക. നിങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത് എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിധികൾക്ക് കാരണമാകുന്ന വിശ്വാസങ്ങളെക്കുറിച്ച് സ്വയം വിലയിരുത്തുക. ഒരിക്കൽ ഗുരുവിന്റെ അടുത്ത് ഒരു സംശയാലു കടന്നുവന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയെത്തിയതാണ്. വെള്ളം നിറച്ചു വെച്ചിരുന്ന ഒരു കുടം ചൂണ്ടിക്കാണിച്ച ശേഷം അതിൽ വെള്ളം കോരി നിറയ്ക്കാനാണ് ഗുരു അപ്പോൾ അയാളോട് ആവശ്യപ്പെട്ടത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ വെള്ളം കോരി ഒഴിച്ചിട്ടും ഒരു തുള്ളി പോലും നേരത്തെ തന്നെ നിറഞ്ഞിരുന്ന ആ കുടത്തിലേക്ക് പുതിയതായി പകരാനായില്ല. ക്ഷീണിതനായ ചോദ്യകർത്താവിനെ നോക്കി ഗുരു പറഞ്ഞത് ഇപ്രകാരമാണ്: താങ്കളുടെ മനസ്സ് നിറഞ്ഞ ഒരു കുടം പോലെയാണ്. പ്രതീക്ഷിക്കുന്ന അത്രയും നിറച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്.
അതിന്മേൽ പുതുതായി ഒന്നും നിറയ്ക്കാനാവില്ല. ഇതുപോലെയാണ് പലരും കുറെ മുൻവിധികൾ നിറച്ചു വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ആര് വിചാരിച്ചാലും തങ്ങളെ മാറ്റാനാവില്ലെന്നും തങ്ങളെ മാറ്റാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും ഇത്തരക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് വിജയത്തിന് തടസ്സം നൽകുന്നു. ചോദ്യം: പലരും വാഗ്ദാനങ്ങൾ നൽകുകയും പാലിക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് നിങ്ങളുടെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും യോഗ്യതയെക്കുറിച്ചുള്ളതാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നത് നിങ്ങളുടെ ബന്ധങ്ങളുടെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനമാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ആദ്യം, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കും. നിങ്ങളുടെ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷകരവും സുഖകരവുമാക്കും. രണ്ടാമതായി, നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാഭിമാനത്തെയും വിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും വിശ്വാസമുണ്ടെന്ന് തോന്നും. നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും സന്തോഷമുള്ളവരുമാകും. ചോദ്യം: വാഗ്ദാനം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതിന്റെ ഉത്തരം: നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ചിന്തയോടെ നൽകുക. നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കരാറുകാരനെ അറിയിക്കുക. ചോദ്യം: ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാമോ? നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നത് ഒരു ജീവിതകാല പഠനമാണ്. നിങ്ങൾ പതിവായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയും. ചോദ്യം: ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതിനെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉത്തരം: ഈ നിമിഷം സന്തോഷകരമാക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ വേണമെന്ന് ഓരോ വ്യക്തികളും അവരുടെ സഹായങ്ങൾ അനുസരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. പൊതുവായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് എല്ലാവർക്കും എല്ലാ സമയത്തും ബാധകമാകണമെന്നില്ല. സന്തോഷം എന്നത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, പുറത്തുനിന്നല്ല. ചോദ്യം: യഥാർത്ഥ സന്തോഷം എപ്പോഴാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയുക? ഉത്തരം: ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ലാതാകുമ്പോൾ.